ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മണത്തക്കാളി കീരയാണ്. തമിഴ്നാട്ടിൽ പറയുന്ന പേരാണ് മണത്തക്കാളി എന്നുള്ളത്. കേരളത്തിൽ ഇതിനെ മുളക് തക്കാളി അല്ലെങ്കിൽ കരിന്തക്കാളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനൊരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് കേരളത്തിൻ്റെ മണത്തക്കാളി USFDA കരൾ സംബന്ധമായിട്ടുള്ള ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ ഡോക്ടർ റൂബി ജോൺ ആൻഡോയും അവരുടെ സ്റ്റുഡൻ്റായ ഡോക്ടർ ലക്ഷ്മി ആർ നാഥുമാണ് മണത്തക്കാളിയുടെ ഇലയ്ക്ക് മനുഷ്യൻ്റെ കരളിനെ ബാധിക്കുന്ന ക്യാൻസറിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്നത്. USFDAയും ഈ ഒരു കണ്ടുപിടുത്തത്തെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ റൂബി ജോൺ ആൻഡോ പറയുന്നത് ലിവർ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ ഒരേ ഒരു ഡ്രഗ് മാത്രമേ ഇതുവരയ്ക്കും FDA അപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് മണത്തക്കാളി കീരയിൽ നിന്നും കിട്ടിയിട്ടുള്ളതെന്നാണ്. ഈ മണത്തക്കാളി കീരയ്ക്ക് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും എന്നതിലുപരിയായി മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള കാൽഷ്യം, അയൺ, റിബോഫ്ലാവിൻ, വിറ്റമിൻ C ഇതൊക്കെ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഒരു കീരച്ചെടിയാണിത്. നമ്മൾ കേരളീയർ ഇതിനെ ഒരു കളചെടിയായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുന്നതല്ലേ നല്ലത്. ഇനി നമ്മുടെയൊക്കെ പറമ്പിലും അടുക്കളത്തോട്ടത്തിലും ഇവയ്ക്കും നമുക്ക് സ്ഥാനം കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ടേബിളിലെ ഒരു ഡിഷ് ആവട്ടെ ഇത് വെച്ചിട്ട് നമുക്ക് 3 തരത്തിലുള്ള ഡിഷസ് ആണ് ഉണ്ടാക്കാൻ സാധിക്കുക. അതിൻ്റെ റെസിപ്പീസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ മണത്തക്കാളിയുടെ പഴവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ താമസിക്കുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ 5 മൂട് ചെടികളുണ്ട്. ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് ഇത് ധാരാളമാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഫീൽഡിൽ പോയി കളക്ട് ചെയ്യാറാണ് പതിവ്. ഇത് വിത്ത് വീണ് മുളയ്ക്കുന്ന ചെടിയായത് കാരണം ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കീര കട്ട് ചെയ്ത് എടുക്കും തോറും വേഗത്തിൽ പുതിയ ശിഖരങ്ങൾ വളർന്നു വരികയും ചെയ്യും. വർഷം മുഴുവൻ നമുക്ക് ഈ രീതിയിൽ വിളവെടുപ്പ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ ബൈ.